നമസ്കാരം. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച കെഎസ്ആർടിസിയിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര ആദ്യഘട്ടത്തിൽ ഓർഡിനറി ബസ്സുകളിൽ മാത്രം. തുടർന്ന് 100 ദിവസത്തെ പഠനത്തിനു ശേഷം രണ്ടാം ഘട്ടമായി കൂടുതൽ സൗജന്യം അനുവദിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശനും ഗതാഗത മന്ത്രി CP ജോണും അടക്കം പങ്കെടുത്ത ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. UDF സർക്കാരിന്റെ പ്രധാന തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിലൊന്നായ ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതി പ്രകാരം സംസ്ഥാനത്തെ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് പ്രഖ്യാപിച്ച സൗജന്യ യാത്രാ പദ്ധതി ജൂൺ 15 മുതൽ പ്രാബല്യത്തിൽ വരും. എന്നാൽ നിലവിലെ കടുത്ത സാമ്പത്തിക ബാധ്യതകളും പ്രായോഗിക ബുദ്ധിമുട്ടുകളും മുൻനിർത്തി ആദ്യഘട്ടത്തിൽ ഓർഡിനറി സർവീസുകളിൽ മാത്രം ഈ ആനുകൂല്യം നടപ്പിലാക്കാനാണ് തീരുമാനം. മുഖ്യമന്ത്രി വി ഡി സതീശനും ഗതാഗത മന്ത്രി CP ജോണും സെക്രട്ടേറിയറ്റിൽ നടത്തിയ നിർണായക കൂടിക്കാഴ്ചയിലാണ് പദ്ധതിയുടെ ആദ്യഘട്ട രൂപരേഖയ്ക്ക് അന്തിമ അംഗീകാരം നൽകിയത്. ആദ്യത്തെ 100 ദിവസങ്ങളിൽ ഓർഡിനറി ബസ്സുകളിൽ മാത്രം പരീക്ഷണാടിസ്ഥാനത്തിൽ പദ്ധതി നടപ്പിലാക്കാനാണ് ഉന്നതതല യോഗം തീരുമാനിച്ചത്. അതിനുശേഷം യാത്രക്കാരുടെ എണ്ണത്തിലും സാമ്പത്തിക മേഖലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ വിശദമായി പഠിച്ച ശേഷമേ രണ്ടാം ഘട്ടത്തിൽ ഫാസ്റ്റ് പാസഞ്ചർ ഉൾപ്പെടെയുള്ള മറ്റ് ഉയർന്ന ശ്രേണിയിലുള്ള ദീർഘദൂര ബസ്സുകളിലേക്ക് ആനുകൂല്യം വ്യാപിപ്പിക്കുന്ന കാര്യം പരിഗണിക്കുകയുള്ളൂ. 100 ദിവസത്തെ ലാഭനഷ്ട കണക്കുകൾ പഠിച്ച് റിപ്പോർട്ട് നൽകാൻ ഗതാഗത കമ്മീഷണറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാനത്ത് പ്രതിദിനം ശരാശരി 23 ലക്ഷം പേർ KSRTC ആശ്രയിക്കുന്നുണ്ടെന്നാണ് കണക്ക്. ഇതിൽ പകുതിയോളം ഏകദേശം 10 മുതൽ 12 ലക്ഷം വരെ സ്ത്രീകളാണ്. ഇത്രയും വലിയൊരു വിഭാഗത്തിന് സൗജന്യയാത്ര അനുവദിക്കുമ്പോൾ കോർപ്പറേഷൻ ഉണ്ടാകുന്ന ഭീമമായ സാമ്പത്തിക നഷ്ടം പൂർണ്ണമായും സർക്കാർ തന്നെ ഏറ്റെടുക്കും. ഓർഡിനറി ബസ്സുകളിൽ മാത്രം പദ്ധതി നടപ്പിലാക്കുമ്പോൾ സർക്കാരിന് 3 മാസത്തേക്ക് ഏകദേശം 57 കോടി രൂപയുടെ അധിക ബാധ്യതയാണ് KSRTC കണക്കാക്കുന്നത്. മറ്റു ബസ്സുകളിലേക്ക് കൂടി പദ്ധതി വ്യാപിപ്പിച്ചാൽ ഉണ്ടാകുന്ന സാമ്പത്തിക നഷ്ടത്തെക്കുറിച്ച് KSRTC ഗതാഗത വകുപ്പിന് കൃത്യമായ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഓർഡിനറിയും സിറ്റി ഫാസ്റ്റും ഉൾപ്പെടുത്തിയാൽ 3 മാസത്തേക്ക് 65 കോടി രൂപയും ഓർഡിനറി ഫാസ്റ്റ് പാസഞ്ചർ സൂപ്പർ ഫാസ്റ്റ് എന്നിവയായാൽ 90 കോടി രൂപയും നഷ്ടം വരും. എല്ലാ ക്ലാസ് ബസ്സുകളിലും സൗജന്യം അനുവദിച്ചാൽ 3 മാസത്തെ നഷ്ടം 112 കോടി രൂപയായി ഉയരുമെന്നാണ് വിലയിരുത്തൽ. ശമ്പളത്തിനും പെൻഷനുമുള്ള സഹായത്തിന് പുറമെ ഈ തുക കൂടി സർക്കാർ നൽകേണ്ടി വരും എന്നതിനാൽ ഈ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ KFCയെ അഥവാ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനെ സമീപിക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത്. നിലവിൽ പെൻഷൻ തുക സഹകരണ ബാങ്കുകൾ വഴി നൽകി പിന്നീട് സർക്കാർ പലിശ സഹിതം തിരിച്ചടയ്ക്കുന്ന മാതൃകയിൽ സൗജന്യ യാത്രയുടെ ചെലവ് KFC ഏറ്റെടുക്കുകയും പിന്നീട് സർക്കാർ അത് നികത്തുകയും ചെയ്യുന്ന രീതിയിലുള്ള കൃത്യമായ ക്രമീകരണമൊരുക്കാൻ ധനകാര്യ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ഓർഡിനറി ബസ്സുകളിൽ മാത്രം സൗജന്യം പരിമിതപ്പെടുത്തുമ്പോൾ മലബാർ മേഖലയിൽ ഉൾപ്പെടെ ഇതിന്റെ ഗുണം പൂർണ്ണമായി ലഭിക്കില്ലെന്ന് വിലയിരുത്തലുണ്ട്. തെക്കൻ ജില്ലകളെ അപേക്ഷിച്ച് വടക്കൻ ജില്ലകളിൽ KSRTC ഓർഡിനറി സർവീസുകൾ കുറവാണ്. ഈ പ്രശ്നം പരിഹരിക്കുന്നതിനായി നിലവിലൊരു ഓർഡിനറി ബസ് പോലും ഇല്ലാത്ത മണ്ഡലങ്ങളിൽ പുതിയ സർവീസുകൾ ആരംഭിക്കുന്നതിനെക്കുറിച്ചും സർക്കാർ ആലോചിക്കുന്നുണ്ട്. ജാതിയോ സാമ്പത്തിക സ്ഥിതിയോ നോക്കാതെ എല്ലാ വിഭാഗം സ്ത്രീകൾക്കും യാതൊരു മാനദണ്ഡങ്ങളുമില്ലാതെ സൗജന്യയാത്ര ലഭ്യമാക്കാനാണ് തീരുമാനം. അതേസമയം പദ്ധതി ദുരുപയോഗം ചെയ്യാതിരിക്കാൻ ആധാർ കാർഡുമായി ബന്ധിപ്പിച്ച സ്മാർട്ട് കാർഡുകൾ ഏർപ്പെടുത്തുന്ന കാര്യവും സർക്കാരിന്റെ സജീവ പരിഗണനയിലാണ്. അതേസമയം പദ്ധതി നടപ്പിലാക്കുന്നതിനെതിരെ KSRTCയിലെ പ്രതിപക്ഷ യൂണിയനുകൾ ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. പദ്ധതി കാരണം KSRTCക്ക് ഉണ്ടാകുന്ന കോടിക്കണക്കിന് രൂപയുടെ ബാധ്യത സർക്കാർ പൂർണ്ണമായും ഏറ്റെടുക്കണമെന്നാണ് CITUവിന്റെ നിലപാട്. എന്നാൽ സ്ഥാപനത്തിന് ഉണ്ടാകുന്ന നഷ്ടം നികത്താൻ KSRTC സർക്കാർ ഡിപ്പാർട്ട്മെന്റായി ഏറ്റെടുക്കണമെന്നാണ് BMS ആവശ്യപ്പെടുന്നത്. എന്നാൽ യാത്രക്കാരുടെ ടിക്കറ്റ് തുക സർക്കാർ സബ്സിഡിയായി കോർപ്പറേഷന് നേരിട്ട് നൽകുമെന്നും ബജറ്റിൽ ഇതിനായി പ്രത്യേക തുക വകയിരുത്തുമെന്നും വ്യക്തമാക്കിയ സർക്കാർ പദ്ധതി നടത്തിപ്പ് KSRTCക്ക് അധിക ബാധ്യതയാകില്ലെന്നും ഉറപ്പു നൽകുന്നു. ഇതിനായി സ്ത്രീ യാത്രികരുടെ കൃത്യമായ കണക്കെടുപ്പ് ഇതിനകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്.